ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടാഗ് മാംഗോയിൽ എങ്ങനെയാണ് കൂപ്പൺസ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നുള്ളതാണ്. ഇപ്പൊ പലപ്പോഴും നമ്മൾ ടാഗ് മാംഗോയിൽ മെമ്പർഷിപ്പ് കൊടുക്കുന്നുണ്ട്. പലപ്പോഴും നമുക്ക് എന്തെങ്കിലും ഓഫേഴ്സ് കൊടുക്കേണ്ടതായിട്ട് വരും, ഡിസ്കൗണ്ടുകൾ കൊടുക്കേണ്ടതായിട്ട് വരും. സോ ഇങ്ങനത്തെ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കൂപ്പൺസ് കൊടുക്കാം. സോ ഈ കൂപ്പൺസ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, സോ കൂപ്പൺസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് നേരെ നിങ്ങളുടെ ഡാഷ്ബോർഡിൽ വന്നതിന് ശേഷം ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കാണാൻ പറ്റും നിങ്ങൾക്ക്. സോ ആ മാർക്കറ്റിംഗ് എന്നുള്ളതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ കൂപ്പൺസ് കാണാൻ പറ്റും. ഓക്കെ, ജസ്റ്റ് ആ കൂപ്പൺസിൽ ക്ലിക്ക് ചെയ്യാം. കൂപ്പൺസിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു വലത് ഭാഗത്ത് മുകളിലായിട്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് കൂപ്പൺ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് കഴിഞ്ഞാൽ ഫസ്റ്റ് നിങ്ങൾക്ക് ആ കൂപ്പണിന് ഒരു പേര് കൊടുക്കാനാവുന്നത്. ഇപ്പം ദീപാവലി ഓഫർ അല്ലെങ്കിൽ ഓണം ഓഫർ എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഓഫർ നിങ്ങൾക്ക് ആ ഒരു കൂപ്പൺ കോഡ് ഒരു ടെക്സ്റ്റ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. ഇപ്പൊ ഞാനിവിടെ ഇതിനിപ്പോ ഓണം വരികയാണല്ലോ, ഞാൻ ജസ്റ്റ് ഓണം 25 എന്ന് പറഞ്ഞു കൊടുത്തു. അതിനുശേഷം ഇവിടെ നിങ്ങളുടെ സർവീസ് പേജ് അല്ലെങ്കിൽ നിങ്ങളുടെ മെമ്പർഷിപ്പ് പേജ് മാംഗോ പേജ് ഇവിടെ കണക്ട് ചെയ്യാൻ പറയുന്നുണ്ട്. നമുക്ക് ഈ ഒരു മാംഗോ പേജ് ഇവിടെ കണക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഒന്നിൽ കൂടുതലോ മാംഗോ പേജസ് നിങ്ങൾക്ക് വേണമെങ്കിൽ കണക്ട് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾ ഒരു മാംഗോ പേജ് കണക്ട് ചെയ്തില്ല എന്ന് വരിക, കണക്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഓഫർ നിങ്ങൾ നിലവിൽ ക്രിയേറ്റ് ചെയ്ത എല്ലാ മെമ്പർഷിപ്പിനും അതുപോലെ ഇനി ഫ്യൂച്ചറിൽ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന മെമ്പർഷിപ്പിനും അപ്ലിക്കബിൾ ആവും. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു മെമ്പർഷിപ്പ് നമ്മളിവിടെ കണക്ട് ചെയ്ത് വെക്കാം. മെയിൻ ആയിട്ട് നമുക്ക് ഇത് ആവശ്യം വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം വെബിനാറൊക്കെ കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു മെമ്പർഷിപ്പ് ക്രിയേറ്റ് ചെയ്യുമ്പോഴായിരിക്കും. ഓക്കെ, സോ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതിൽ വേറൊരു കാര്യം കൂടി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൂപ്പൺസ് കനോട്ട് ബി ക്രിയേറ്റഡ് ഫോർ സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് മാംഗോസ്. അതായത് ചിലപ്പോൾ നമ്മൾ സബ്സ്ക്രിപ്ഷൻ ബേസ് ആയിട്ടുള്ള കൺസൾട്ടേഷൻ ഒക്കെ കൊടുക്കുന്നുണ്ടാവും, മന്ത്ലി കൺസൾട്ടേഷൻ, ഇയർലി കൺസൾട്ടേഷൻ ഒക്കെ പറഞ്ഞിട്ട് സബ്സ്ക്രിപ്ഷൻ ബേസ് ചെയ്തിട്ട്. സോ അങ്ങനെ സബ്സ്ക്രിപ്ഷൻ ബേസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന മാംഗോ അല്ലെങ്കിൽ മെമ്പർഷിപ്പിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കൂപ്പൺ കോഡുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ അതിനുശേഷം നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചോദിക്കുന്ന പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് എന്നും ഫ്ലാറ്റ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞ രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഫ്ലാറ്റ് ഡിസ്കൗണ്ട് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് അവിടെ ഒരു ഫിക്സഡ് എമൗണ്ട് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ 500 രൂപ കുറവ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു 100 രൂപ കുറവ് എന്നുള്ള രീതിയിൽ ഫ്ലാറ്റ് ഡിസ്കൗണ്ട് വെക്കാം. അതല്ലെങ്കിൽ ഇത്ര പെർസെൻറ്റേജ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഡിസ്കൗണ്ട് സെറ്റ് ചെയ്യാൻ പറ്റും. ഡിസ്കൗണ്ട് ഒരു 50% അല്ലെങ്കിൽ 80% എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഡിസ്കൗണ്ട് സെറ്റ് ചെയ്യാൻ പറ്റും. ഈ ഡിസ്കൗണ്ട് സെറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക്, അതായത് നിങ്ങൾ ബേസിക് പ്ലാനിലാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം 80% ഡിസ്കൗണ്ട് വരെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. 100% അല്ലെങ്കിൽ 80%ന്റെ മുകളിലേക്ക് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, 80% വരെയാണ് സെറ്റ് ചെയ്യാൻ പറ്റുക. 80% മുകളിലേക്ക് നിങ്ങൾക്ക് ഒരു ഓഫർ കൊടുക്കണം. ഇപ്പൊ 90% അല്ലെങ്കിൽ 95% അല്ലെങ്കിൽ 99% ഓഫർ എന്നൊക്കെ പറഞ്ഞ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രോ വേർഷനിലേക്ക്, അതായത് മന്ത്ലി 5000 എന്നുള്ള ആ ഒരു പ്രോ വേർഷനിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യണം. ഓക്കെ, സോ അതിനുശേഷം നമ്മളിവിടെ ടാർഗറ്റഡ് കസ്റ്റമർ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ വരുന്നുണ്ട്. ഈ ടാർഗറ്റ് കസ്റ്റമർ നിങ്ങൾ എനേബിൾ ചെയ്യുമ്പോൾ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു മാംഗോ നിങ്ങളോട് ഇവിടെ അല്ലെങ്കിൽ മെമ്പർഷിപ്പ് പേജ് ഇവിടെ കണക്ട് ചെയ്യാൻ പറയുന്നുണ്ട്. സോ അത് കണക്ട് ചെയ്യുമ്പോൾ ആ മെമ്പർഷിപ്പിൽ ഓൾറെഡി കണക്റ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ് ഈ ഒരു കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അതുകൊണ്ട് നിങ്ങളിപ്പോൾ വെബിനാറിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു കൂപ്പൺ കോഡ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ഓഫ് ചെയ്ത് വെക്കാൻ ശ്രദ്ധിക്കുക. അതിനുശേഷം ഇവിടെ ചോദിക്കുന്നത് എന്റെ ടോട്ടൽ യൂസേജ്, മാക്സിമം എത്ര പേർക്ക് ഈ ഒരു കൂപ്പൺ കോഡ് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ മാക്സിമം ഒരു 20 പേർക്ക് അല്ലെങ്കിൽ ആദ്യത്തെ ഒരു 10 പേർക്ക് എന്നൊക്കെയുള്ള രീതിയിൽ നിങ്ങൾ സെറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു നമ്പർ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇപ്പൊ 10 എന്നാണ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഫസ്റ്റ് ആള് ഈ ഒരു കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഇത് കൗണ്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. എപ്പം 10 ആവുന്നോ അപ്പം ഈ ഒരു കൂപ്പൺ കോഡ് എക്സ്പയർ ആവുകയും ചെയ്യും. ഈ രീതിയിൽ നമുക്ക് ലിമിറ്റഡ് ആയിട്ടും ഈ ഒരു സാധനം വെക്കാൻ പറ്റും. ഇത് ഓപ്ഷണൽ ആണ്, ഇത് വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്താൽ മതി. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്ന് മുതൽ എന്ന് വരെയാണ് ഈ ഒരു കൂപ്പൺ കോഡ് ആക്റ്റീവ് ആയിട്ട് നിൽക്കേണ്ടത് എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. അപ്പം അത് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ഡേറ്റ് വൈസ് ആയിട്ട് നമുക്കിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ സബ്മിറ്റ് കൊടുക്കാം. ഓക്കെ, സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടേ ആ ഒരു കൂപ്പൺ കോഡ് നമുക്ക് ഇവിടെ ആക്റ്റീവ് ആയി കഴിഞ്ഞു. സോ ഈ രീതിയിലാണ് നമ്മൾ ടാഗ് മാംഗോയിൽ കൂപ്പൺ കോഡ് സെറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമന്റ് ചെയ്യുക. ഇതുപോലെ നല്ല ഇൻഫർമേഷൻസ് കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ കോച്ചിങ് കൺസൾട്ടിങ് ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.